വയനാട്ടിൽ സംസ്ഥാന സർക്കാർ ദുരിതാശ്വാസത്തിന് ചെലവഴിക്കുന്ന പണത്തെക്കുറിച്ച് തെറ്റായ പെരുപ്പിച്ച റിപ്പോർട്ടുകൾ എസ്റ്റിമേറ്റ് ചെലവ് തുകയായിട്ട് കൊടുത്ത് തെറ്റ് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങൾ തെറ്റേറ്റ് പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് റിവാമ്പ് ചെയ്ത റിപ്പോർട്ടർ TV കഴിഞ്ഞ ദിവസം തങ്ങൾക്കൊരു പിശക് പറ്റിയതാണ്, ഒരു ആശയക്കുഴപ്പമുണ്ടായതാണ്, അത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചു, അതിൻ്റെ പേരിൽ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയാനുള്ള ആർജവം റിപ്പോർട്ടർ TV കാണിക്കുകയുണ്ടായി. എന്നാൽ ഈ വ്യാജ വാർത്ത, നുണവാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത മാതൃഭൂമിയോ ഏഷ്യാനെറ്റോ പിന്നെ ഏറ്റെടുത്ത മറ്റ് ചാനലുകളോ മറ്റ് പത്രങ്ങളോ എന്നാലൊരു ഖേദം പ്രകടിപ്പിക്കാൻ പോലും തയ്യാറായിട്ടില്ല. അവരിപ്പോഴും അതിന്മേൽ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുകയാണ്. അവർക്കിപ്പോഴും നേരം വെളുത്തിട്ടില്ല. റിപ്പോർട്ടർ TVക്ക് നേരം വെളുത്തു, അവർ തെറ്റ് സമ്മതിച്ചു, മാപ്പ് പറഞ്ഞു. ഈ മാതൃക എന്തുകൊണ്ട് ഇവിടുത്തെ വലിയ മുത്തശ്ശി പത്രങ്ങൾക്കും ഇവിടുത്തെ മുത്തച്ഛൻ ചാനലുകൾക്കും എന്തേ സാധിക്കാത്തത്? അതിന് കുറച്ചൊക്കെ ഒരു പ്രത്യേക മാനസികാവസ്ഥ വേണം. തെറ്റുപറ്റിയാൽ തെറ്റുപറ്റിയെന്നും ഞങ്ങൾ തിരുത്താൻ തയ്യാറാണെന്നും ഞങ്ങളുടെ പ്രേക്ഷകരെ വഞ്ചിച്ചതിൽ, തെറ്റിദ്ധരിപ്പിച്ചതിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും സർക്കാരിൻ്റെ കണക്കായിട്ട് ഞങ്ങൾ കൊടുത്ത കണക്ക് ശരിക്കും ആ കണക്കല്ലെന്നും ചെലവഴിച്ച തുകയല്ലെന്നും ഒക്കെ പറയാനുള്ള ആർജവം ഇവിടുത്തെ മുത്തച്ഛൻ ചാനലുകൾക്കും മുത്തശ്ശി പത്രങ്ങൾക്കും വേണ്ടതായിരുന്നു. അതിൽ ഒരു കൊച്ചുകുട്ടിയായി വന്ന് കുറച്ചു കാലം മാത്രം പ്രായമുള്ള റിപ്പോർട്ടർ TV കാണിച്ച മര്യാദ മറ്റുള്ളവർക്ക് മാതൃക ആവട്ടെ എന്നാണ് ഞങ്ങൾക്ക് ഇലക്ട്രിക് വോയിസിന് പറയാനുള്ളത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ കാളപറ്റെന്ന് കേട്ട് കയറെടുത്തിട്ട് പാലും കറന്ന UDF നേതാക്കൾക്ക്, പ്രതിപക്ഷ നേതാവ് VD സതീശനും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കും UDF നേതാക്കൾക്കും നേരം വെളുത്തുവോ എന്നുകൂടി ഞങ്ങൾ ചോദിക്കട്ടെ. കാരണം ഈ പരിപാടി തുടങ്ങിയത് ഇന്നും ഇന്നലെയും ഒന്നുമല്ല. ഇവിടെ മുന്നണികൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പിണറായി സർക്കാർ 2ാം തവണയും തുടർച്ചയായിട്ട് ജയിച്ചു അധികാരത്തിൽ LDF വന്നു എന്നതൊഴിച്ചാൽ കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായിട്ട് 5 കൊല്ലം വീതം UDFും LDFും മാറി മാറി ഭരിച്ച സംസ്ഥാനമാണ് കേരളം, നമുക്കെല്ലാം അറിയാം. അപ്പോൾ UDF ഭരിച്ച കാലത്തും AK ആന്റണി ഭരിച്ച കാലത്തും കരുണാകരൻ ഭരിച്ച കാലത്തും ഉമ്മൻചാണ്ടി ഭരിച്ച കാലത്തും ഇവരെല്ലാം മുഖ്യമന്ത്രിമാരായിരുന്നപ്പോൾ അന്നും പ്രളയവും കെടുതികളും കേരളത്തിലുണ്ടായപ്പോഴൊക്കെ ഇതേ രീതി അവലംബിച്ചിട്ടാണ് കേന്ദ്രത്തിന് കണക്ക് കൊടുത്തത്. ഏറ്റവും ഒടുവിൽ 2011 മുതൽ 2016 വരെ, പിന്നീടാണല്ലോ LDFും പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത്. 2016, 2021 തുടർ ഭരണവും വന്നത്. ഈ 2011 മുതൽ 16 വരെ ആരായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? സാക്ഷാൽ ഉമ്മൻചാണ്ടി, UDF മന്ത്രിസഭ. അന്നും കൊടുത്ത കണക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇതേ മാനദണ്ഡം പാലിച്ച് തന്നെയാണ് കൊടുത്തത്. അതേപ്പറ്റി എന്താണ് VD സതീഷിൻ്റെ പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളത്? അതേപ്പറ്റി എന്താണ് മറ്റു കോൺഗ്രസ് നേതാക്കൾക്ക് പറയാനുള്ളത്? അതേപ്പറ്റി എന്താണ് UDF നേതാക്കൾക്ക്, മുസ്ലിം ലീഗിന് പറയാനുള്ളത്? ഓരോന്നിങ്ങനെ പറയുമ്പോൾ അത് ബൂമറാങ്ങായിട്ട് തിരിച്ചു വരുമെന്നുള്ള ബോധം പ്രതിപക്ഷത്തിന് ഉണ്ടാവണം, പ്രതിപക്ഷ നേതാവിനും ഉണ്ടാവണം. ബൂമറാങ് പോലെ തിരിച്ച് കുത്തും, അതിലേക്ക് വരാം. ആ കണക്ക് നിഷേധിക്കാമെങ്കിൽ നിഷേധിക്കും. നാളെ കള്ളം പറയരുത്. ഇതാണ് കണക്ക്. ഇത് എസ്റ്റിമേറ്റ് കണക്കാണ്. ഏത്? ഉമ്മൻചാണ്ടി സർക്കാർ പ്രളയക്കെടുതിക്ക് കൊടുത്ത കേന്ദ്രത്തിൽ കൊടുത്ത എസ്റ്റിമേറ്റ് കണക്ക്. ഇനി മൊത്തം കണക്കും പറയാം. അതായത് 2012 മുതൽ ഉണ്ടായ ദുരന്തങ്ങളിൽ, 2012 എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലം, 2012 മുതൽ ഉണ്ടായ ദുരന്തങ്ങളിൽ, കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങളിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതും കേന്ദ്രം നൽകിയതും എത്ര എന്ന് ഞങ്ങൾ പറയാൻ പോവാണ്. സംസ്ഥാനം ആവശ്യപ്പെട്ടത് 16,000 കോടി രൂപ കഴിഞ്ഞ 6-7 കൊല്ലം കൊണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന് 5 കൊല്ലം, അത് കഴിഞ്ഞ് വന്ന പിണറായി സർക്കാരിന് 2-3 കൊല്ലം, ആ പ്രളയകാലം 2018-19 വരെയുള്ള ടൈം എടുക്കുമ്പോൾ, ഈ വയനാട് ഒഴിവാക്കുന്നു, വയനാടിന് മുമ്പുള്ള ആ ഒരു കാലം എടുക്കുമ്പോൾ മൊത്തം ചോദിച്ചത് 16,000 കോടി രൂപയാണ് എസ്റ്റിമേറ്റ്. അതാണ് ചെലവഴിച്ചതായിട്ട് ഇത്തരം കണക്കാണ് മാധ്യമങ്ങൾ ഇപ്പോൾ വെച്ചലക്കാൻ നോക്കിയത്. അത് പൊളിഞ്ഞു പോയി. അപ്പോൾ ആവശ്യപ്പെട്ടത് 16,000 കോടി രൂപ. കൃത്യ കണക്കാണ്, എക്സ്പെൻഡിച്ചർ കണക്കാണ്. എക്സ്പെൻഡിച്ചർ അല്ല, എസ്റ്റിമേറ്റ്. അതിനെ എക്സ്പെൻഡിച്ചർ ആക്കി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അതാണ് എസ്റ്റിമേറ്റ് കണക്ക് കേന്ദ്രത്തിന് കൊടുത്തത്, രേഖാമൂലം കൊടുത്തത്. കിട്ടിയതോ? എത്ര കിട്ടി? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എത്ര കിട്ടി? ഇതാണ് കണക്ക്. 16,000 കോടി ചോദിച്ചപ്പോൾ കിട്ടിയത്
വെറും 3146 കോടി. എങ്ങനെയുണ്ട്? ഇതേപ്പറ്റി വി ഡി സതീഷിന്റെ പ്രതിപക്ഷ നേതാവിന് എന്താ പറയാനുള്ളത്? കോൺഗ്രസിന് എന്താ പറയാനുള്ളത്? യു ഡി എഫിന് എന്താണ് പറയാനുള്ളത്? ലീഗിന് എന്താണ് പറയാനുള്ളത്? ഈ മേക്കിട്ട് കയറുമ്പോൾ നിങ്ങളുടെയും പള്ള കീറൂ എന്നുള്ളത് മനസ്സിലാക്കിയാൽ പ്രതിപക്ഷത്തിന് കൊള്ളാം. മാധ്യമങ്ങൾ നുണ പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ നിൽക്കരുത്. അതിൽ കാര്യമുണ്ടോ ഇല്ലയോ ഒന്ന് ചിന്തിച്ചിട്ട് വേണം പ്രതികരിക്കാൻ. പ്രതിപക്ഷ നേതാവ് പ്രത്യേകിച്ചു. ഇപ്പം മനസ്സിലായല്ലോ കാര്യങ്ങൾ. ഇനി ഈ കിട്ടിയ 3146-ൽ സിംഹഭാഗവും 2018 മഹാപ്രളയം, നൂറ്റാണ്ടിന്റെ പ്രളയത്തിലുണ്ടായ കെടുതിക്ക് കിട്ടിയ പൈസയാണ്. അപ്പം അതിനുമ്പ് കിട്ടിയത് എത്രയാണ്? അതിനുമ്പ് കിട്ടിയത് വെറും 250 കോടി രൂപ. ഞങ്ങൾ കളിയാക്കി പറയുകയല്ല, ഇത്രയൊന്നും കിട്ടിയാൽ പോരാ. ചോദിച്ചു വാങ്ങാൻ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചോ? ഉമ്മൻചാണ്ടി സർക്കാരിന്? പിന്നെ എന്തിനാ പിണറായി സർക്കാരിനെ കുറ്റം പറയുന്നത്? അപ്പോൾ 2018 പ്രളയകാലത്ത് കിട്ടിയ തുക 2904 കോടി. അതായത് നൂറ്റാണ്ടിൻ്റെ മഹാപ്രളയത്തിൽ കേരളത്തിനുണ്ടായ നാശനഷ്ടങ്ങൾ, ജീവഹാനി, മറ്റ് നാശനഷ്ടങ്ങൾ ഇത് പരിഹരിക്കാൻ 4796.4 കോടിയാണ് പിണറായി സർക്കാർ ചോദിച്ചത്. 2018 പ്രളയത്തിന് പിണറായി സർക്കാർ കേന്ദ്രത്തോട് ചോദിച്ചത് 4796.4 കോടി എസ്റ്റിമേറ്റ്. അന്ന് മഹാദുരന്തവും മഹാപ്രളയമായതുകൊണ്ട് കേന്ദ്രം കുറച്ച് മര്യാദ കാണിച്ചിട്ട് അതിൻ്റെ പകുതി സംതിങ് തുക തന്നു. അതായത് 2904 കോടി തന്നു. ഈ 2904 കോടി കൂടെ ചേർത്താണ് 16,000 കോടി. അപ്പോൾ 16,000 കോടി നീ 2904 കോടി കുറയ്ക്കുമ്പോൾ പിന്നെന്താ ഉള്ളത്? പിന്നെ ഉമ്മൻചാണ്ടി ഭരിച്ച കാലത്ത് കിട്ടിയത് ആകെ 250 കോടി രൂപ. എന്തേ വാങ്ങാഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന്? സാധിക്കാത്തത് എന്തുകൊണ്ട്? 2014 BJP ഗവൺമെന്റ് ആദ്യമായിട്ട് മോദി പ്രധാനമന്ത്രിയാവുന്നത്. 2014 മോദി പ്രധാനമന്ത്രിയാവുന്നത്, BJPയുടെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. അതിന് 3 കൊല്ലം മുമ്പ്, 3 കൊല്ലം 2011 മുതൽ 2014 വരെ UPA 2 ഗവൺമെന്റ് അല്ലേ ഭരിച്ചത്? മൻമോഹൻ സിംഗിന്റെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് അല്ലേ ഭരിച്ചത്? എന്താ ഉമ്മൻചാണ്ടിക്ക് ചോദിച്ചു വാങ്ങാൻ പറ്റാഞ്ഞത്? എന്താ വെറും 250 കോടി ആയിപ്പോയത്? 5-6 കൊല്ലത്തെ ദുരിതാശ്വാസ തുക കേന്ദ്രത്തിൽ നിന്ന്? അതിന് ഉത്തരം പറയാൻ പ്രതിപക്ഷത്തിന് സാധിക്കുക? ഇതെല്ലാം മറന്നിട്ട് മാധ്യമങ്ങൾ കുറെ നുണ പറയുമ്പോൾ അതിന്മേൽ മേക്കിട്ട് കയറിയിട്ട് പിണറായി സർക്കാരിനെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുക. ഞങ്ങൾ പിണറായി സർക്കാരിനെ അന്ധമായിട്ട് പിന്തുണയ്ക്കാനൊന്നുമില്ല. പക്ഷേ കടുത്ത അനീതിയാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത്, പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ, BJP സർക്കാർ. അതിൻ്റെ തെളിവുകളാണ് ഞങ്ങളിപ്പോൾ ഓരോ ദിവസവും ഞങ്ങൾ പറയുന്നത്, വിശദീകരിക്കുന്നത്. അതിനെ താങ്ങാൻ നിൽക്കുന്ന ഈ പ്രതിപക്ഷത്തെ, ഇവിടുത്തെ UDFനെ പറ്റി എന്ത് പറയണം? കോൺഗ്രസിനെ പറ്റി എന്ത് പറയണം? നിങ്ങൾ BJPയുടെ 2ാം ടീമായിട്ടല്ലേ പ്രവർത്തിക്കുന്നത്? ഈ കാര്യത്തിലൊക്കെ, എല്ലാ കാര്യത്തിലും മാധ്യമങ്ങൾ നുണ എഴുന്നള്ളിക്കുമ്പോൾ അത് ഏറ്റെടുത്ത് സത്യമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് നിങ്ങളല്ലേ? അല്ല, നിങ്ങൾ എന്തുകൊണ്ട് മാധ്യമങ്ങളോട് പറയുന്നില്ല നിങ്ങൾ ഇത്തരം തെറ്റായ നുണക്കഥകൾ, വ്യാജ വാർത്തകൾ കൊടുക്കരുതെന്ന്? നിങ്ങൾ മാധ്യമത്തെ ലാളിക്കുന്നു, മാധ്യമങ്ങളുടെ നുണക്കഥകളെ ലാളിക്കുന്നു. നിങ്ങൾ BJPക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നു നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റുകൾ, നിങ്ങളുടെ പ്രസ്താവനകൾ വഴി. ഇതിന്റെ നേട്ടം ആർക്കാ കിട്ടാൻ പോണത്? അപ്പൊ ഇതാണ് കണക്ക്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കിട്ടിയ, കോൺഗ്രസ് ഭരിക്കുന്ന കാലം ഉൾപ്പെടെ കേന്ദ്രത്തിൽ കിട്ടിയത് 250 കോടി രൂപ. 4796.4 കോടി ചോദിച്ചിട്ട് 2904 കോടി വാങ്ങിയ പിണറായി സർക്കാരിനെ, 2018 പ്രളയത്തിന്, കെടുതി പുനർനിർമ്മാണത്തിന് വാങ്ങിയ പിണറായി വിജയൻ സർക്കാരിനെ, LDF സർക്കാരിനെ അനുമോദിക്കുകയാണ് വേണ്ടത്, അല്ലേ? അതാണ് സത്യം. ബാക്കിയൊക്കെ നുണ, മാധ്യമ നുണകൾ, അല്ലാതെ ഒന്നുമല്ല.